ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? കുട്ടികൾക്കും വലിയവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ടാണ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം പുറത്തുനിന്നല്ലേ മേടിച്ച് കൊടുക്കാറ്. ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? കാഷ്നട്ട് ഒരു 10-15 അതുപോലെ ഈത്തപ്പഴം ഒരു 15 എടുക്കുക. അതിൻ്റെ കുരു കളഞ്ഞിട്ട് കാഷ്നട്ടും പിന്നെ ഈത്തപ്പഴമൊക്കെ കുരു കളഞ്ഞിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കണം. അതുപോലെ മിൽക്കി ബാറാണ് ചേർക്കണം. മിൽക്കി ബാറ് നല്ല സ്മൂത്തായതുണ്ടാവും, കട്ടിയുള്ളതും ഉണ്ടാവും. അപ്പോൾ കട്ടിയുള്ളതാണെങ്കിൽ അത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, നല്ലതാണ്. പിന്നെ ചേർക്കുന്നത് 1 കപ്പ് പാലാണ്. പാല് ഞാൻ പശുവും പാലാണ് മേടിക്കാറ് സൊസൈറ്റിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ആ പാലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബട്ടർ എത്ര വേണമെങ്കിലും ഉപയോഗിക്കുക, ഏറ്റവും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ ബട്ടർ. അപ്പോൾ ഒരു 4-5 ടീസ്പൂൺ ബട്ടർ, ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ ഇടുക. ഇട്ടതിന് ശേഷം നല്ലതുപോലെ അടിച്ചെടുക്കണം, നൈസായിട്ട് അടിക്കണം. അടിച്ചിട്ട് അതൊരു ബോക്സിൽ, നല്ലൊരു അടുപ്പുള്ളൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ വെച്ചിട്ട് പിന്നെ അത് എടുത്തതിന് ശേഷം 3 മണിക്കൂർ കഴിയുമ്പോൾ നല്ല ഐസ്, ഏകദേശം കുറച്ച് ഐസായിട്ടുണ്ടാവും. അതെടുത്തിട്ട് ഒരു മിക്സിയിൽ അടിക്കുക. മിക്സിയിലിട്ടിട്ട് അതുപോലെ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ അത് അതേ ബോക്സിൽ തന്നെ നല്ല എയറൊക്കെ കളഞ്ഞിട്ട് കൊട്ടിയിട്ട് എയറൊക്കെ കളഞ്ഞിട്ട് അതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെക്കുകയാണ്. പിന്നെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ പാടുള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഐസ്ക്രീം പോലെ ആയിട്ടുണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ ഒരു ടീസ്പൂണോ എന്തെങ്കിലും കയ്യിലും കൊണ്ടൊക്കെ എടുത്തിട്ട് നമ്മളെ കുട്ടികൾക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ കുട്ടികളുടെ അടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ രുചി, അപാര രുചിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന ഐസ്ക്രീമിനെക്കാളും നല്ലത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത്. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.